ദേശീയമായി അന്തർദേശീയമായി സിറിയ, റോഹിംഗ്യ, ബർമ്മ, ചെച്നിയ, സോമാലിയ, പലസ്തീൻ, അഫ്ഗാൻ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയൊന്നുമല്ല. മുസ്ലിങ്ങളുടെ പുണ്യഭൂമി അത് മക്കയും മദീനയാണ്. ഇവിടെ ആളുകൾ പൊക്കോ എന്ന് പറയുന്നത് കേട്ടാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുണ്യഭൂമിയാണെന്ന് തോന്നും. ഇനി ആളുകളെ പാകിസ്ഥാനിലേക്ക് വിടാനുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ. ഞാൻ അതിലേക്കൊന്നും നടക്കുന്നില്ല. ആരാ പറയുന്നത്? സിനിമാ നടൻ കമൽ. അയാളുടെ പേര് കമാലുദ്ദീൻ ആയതുകൊണ്ട് കമാലുദ്ദീൻ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് നാടുവിടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞ കൂവ മണ്ഡൂപത്തിനോട് ഞാൻ പറയാം, കുറെ നാളായിട്ട് നിങ്ങൾ പാകിസ്ഥാൻ പറയല്ലേ, ഇനിയൊന്ന് മാറ്റിപ്പിടിക്ക്. സൗദി അറേബ്യയോ UAEയോ മസ്കറ്റോ കുവൈറ്റോ അങ്ങനെ ധാരാളം എത്രയോ മുസ്ലിം രാഷ്ട്രമുണ്ട്, അങ്ങോട്ടൊന്ന് പോകാൻ പറ. ഇവിടെ കുറെ നാളായിട്ട് പാകിസ്ഥാൻ എന്താ നമ്മുടെ പുണ്യഭൂമിയാ? അതോ ലാഹോർ നഗരമാണോ നമ്മുടെ മക്ക? ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കമാലുദ്ദീൻ, അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമോ അദ്ദേഹത്തിന്റെ മുസ്ലിമത്വം മാനദണ്ഡമാക്കിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള യോജിപ്പുകളുമല്ല. ദേശീയ ഗാനം പാടുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവൻ രാജ്യസ്നേഹിയും ഇരിക്കുന്നവൻ രാജ്യദ്രോഹിയുമായി മാറുന്ന ആധുനിക കാലഘട്ടത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ കപടമുഖങ്ങളുടെ ഇടയിൽ രാജ്യസ്നേഹിയാകണമെങ്കിൽ നെഞ്ചിലൊരു പ്ലക്കാർഡ് കെട്ടിത്തൂക്കിയിട്ട് ഞാൻ 100% ISI മുദ്രയുള്ള രാജ്യസ്നേഹിയാണെന്ന് എഴുതിക്കൊണ്ട് നടക്കേണ്ട ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയേണ്ട ഒരു ഗതികേടിന്റെ ഉള്ളിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോ ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിന് ഇടികിട്ടിയപ്പോ സായിപ്പിന്റെ ചെരുപ്പ് നക്കിക്കൊടുത്ത ദാസന്മാരുടെ പിന്നണി ആളുകളാണ്. ആ പിന്നണി ആളുകളാണ് സാമ്രാജ്യത്തിന്റെ ദാസന്മാരായി എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ സാമ്രാജ്യത്വത്തിന് ഞാൻ ദാസ്യവേല ചെയ്യാമെന്ന് പറഞ്ഞ കുനിച്ചു നിർത്തിയിട്ട് കൂമ്പിന് മുട്ടുകാല് കൊണ്ട് ഇടികൊടുത്തപ്പോ സായിപ്പിന്റെ ചെരുപ്പ് നക്കിക്കൊടുത്ത പൂർവികന്മാരുടെ ആളുകളാണ് ഇവിടെ നിന്നിട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്. ആരോടാ പറയുന്നത്? എന്റെ കരളിന്റെ കഷണമായ എന്റെ ചങ്കില ചോരയായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയിറങ്ങുന്ന മദീന റൗളടങ്ങുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം എന്റെ ഭാരത രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നാൽ ആ സമയത്ത് സൗദി അറേബ്യയുടെ എന്റെ പ്രവാചകന്റെ നഗരത്തിൽ നിന്ന് വരുന്ന പട്ടാളത്തിനെതിരെ നെഞ്ച് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ എന്റെ ഭാരതാംബയ്ക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പിന്നണി ആളുകളെ ഈ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടത്താൻ വരുന്നവരാരാ? എന്നെയൊന്ന് ഇവിടെ നിന്ന് പുറത്തുവിട്ടാൽ സാമ്രാജ്യത്തിന് ദാസ്യവേല ചെയ്യാമെന്ന് എഴുതിക്കൊടുത്ത ഏറാൻ മൂളികളെ പോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു ചിന്ത് ചോര പോലും ചൊല്ലിയതിന്റെ ചരിത്രം പറയാൻ കഴിയാത്ത ആളുകളാണ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞുവിടാൻ കഴിയുന്നത്. അവരോടാണ് ഞാൻ പറയുന്നത്, മിസ്റ്റർ, അയാളുടെ പേര് ഞാൻ പറഞ്ഞിട്ട് ഈ സദസ്സിന് ഞാൻ അനങ്കോലമാക്കുന്നില്ല, ഇതിന്റെ ഭവിഷ്യത ഞാൻ പറയുന്നില്ല. മിസ്റ്റർ, നിങ്ങൾ ആരോടാണ് പറയുന്നതെന്നറിയോ? ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരാണെങ്കിൽ ഇന്ത്യയിലും മരിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ, വേറെ രാജ്യത്തല്ല. എന്റെ കബറടക്കപ്പെടുന്നതുമെങ്കിൽ അതെന്റെ ഭാരതത്തിന്റെ വിരിമാറിലാകണമെന്ന് എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ ബ്രിട്ടീഷുകാരനോട് യുദ്ധത്തിനിറങ്ങിച്ചിരിക്കുമ്പോ വെള്ളത്തുണി പൊതിഞ്ഞിട്ട് തലയിൽ വെച്ചിട്ടിറങ്ങുമ്പോ ഭാര്യ ചോദിച്ച് എവിടേക്കാണ് ഈ വെള്ളത്തുണിയുമായി? ഞാൻ യുദ്ധത്തിന് പരാജയപ്പെടുമ്പോ എന്റെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ തുണിയാണ് എന്റെ തലയിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി ഒളിക്കാനല്ല, മോതിരം വിടുങ്ങാനല്ല, മരിക്കാൻ വേണ്ടി തല മുഴുവനും ജീവിതം സമർപ്പിക്കാൻ ഉദ്ദേശിച്ച് ബ്രിട്ടീഷുകാരന്റെ മുമ്പിലേക്ക് പടപെടുത്താൻ പോകുമ്പോ മയ്യത്ത് പൊതിയാനുള്ള വെള്ളത്തുണിയും തലയിൽ വെച്ചുകൊണ്ടുപോയി വീരരക്തസാക്ഷിത്വം വഹിച്ച് ഞങ്ങളുടെ യൂണിയൻ ജാക്ക് പതാക താറയിറക്കി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ചെങ്കോട്ടയുടെ മുകളിൽ പായിക്കാൻ വീരരക്തസാക്ഷിത്വം വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികന്മാർ സ്വാതന്ത്ര്യം നേടിത്തരുന്ന ഇന്ത്യയിൽ ജനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ മരിക്കാൻ വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ, ഇന്ത്യക്ക് വേണ്ടി പൊരുതാൻ, ഇന്ത്യക്ക് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ച ഒരു സമൂഹത്തിന്റെ പിന്നണി ആളുകളെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്വാതന്ത്ര്യ സമര ചോരയുടെ ഒരു കഥ പറയാനുണ്ടോ? ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വത്തിന് ദാസ്യവേല ചെയ്തു കൊടുത്തതിന്റെ പാരിതോഷികമായി കിട്ടിയ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ വാദത്തിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രക്തമൊലിപ്പിച്ചൊരു സമുദായത്തോട് കണക്ക് പഠിപ്പിക്കണ്ട. സന്ധ്യാസമയത്തിനു മുമ്പ് എല്ലാ മന്ദിരത്തിന്റെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് എത്താൻ വേണ്ടി ഓടിപ്പോയ ഒരു സുസ്ഥിത ചട്ടക്കൂട് പോലെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ
പണാമോർപ്പിക്കാമെന്ന വ്യാജേന കുരുന്നു നിർത്തി കാലെ കുത്തി കരുതി വെച്ച കൈത്തോക്കിന്റെ കാഞ്ചി വലിച്ച് ആ പാവപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചകത്തേക്ക് വെടിയുണ്ട വായിച്ച നാസൂറാന്തിനായ ഗോത്രയുടെ ചിത്രം വെച്ചിട്ട് ആരാധിക്കുന്നവരാണ് ചുമരുകളിൽ നിന്ന് ചെകുവേരയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ ചെകുവേര അദ്ദേഹത്തിന്റെ ഇസത്തെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ആരാ ചെകുവേരെന്നറിയോ? സാമ്രാജ്യത്തിനെ പൊരുതിയ പോരാളി പിടിച്ചുകൊണ്ടുപോയി വെടിവെക്കാൻ വേണ്ടി സാമ്രാജ്യത്തിന്റെ ദാസന്മാർ ഓടവിച്ചപ്പോ ചെകുവേരയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് കാഞ്ചി വലിക്കാൻ കഴിയാതെ പോരാളിയുടെ കണ്ണിൽ നിന്ന് പാഞ്ഞു വരുന്ന തീക്ഷ്ണമായ നോട്ടത്തെ നേരിടാൻ കഴിയാതെ വെടിവെക്കാൻ വേണ്ടി പോയ പട്ടാളക്കാരന്റെ കൈവിരലുകൾ കാഞ്ചിയിൽ നിന്ന് വിറച്ചപ്പോ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി വെടിവെക്കാൻ ആണത്തമുള്ളൊരു ആൺകുട്ടിയില്ലാതെ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ടും നെഞ്ചിലേക്ക് വെടിവെച്ച ചെഗുവേര എന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി, ആ പോരാളിയുടെ ചിത്രം ഇവിടെ കലാപമുണ്ടാക്കുമെന്ന് പറയുന്നവരാരാ? രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊടിച്ചവന്റെ ചിത്രം വെച്ച് നാഴികക്ക് 40 വട്ടം പൂജിക്കുന്നവർക്ക് എങ്ങനെയാണ് ചെഗുവേരയുടെ ചിത്രം മാറ്റാൻ വേണ്ടി പറയാൻ അധികാരമുള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തോടെ രാഷ്ട്രീയമൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് എവിടെയും രാഷ്ട്രീയ കേരളമാകട്ടെ, സാമൂഹിക കേരളമാകട്ടെ, സാംസ്കാരിക കേരളമാകട്ടെ, അവിടെ പറയാനുള്ള ആർജവമുള്ള ഒരു പ്രവാചകനാണ് ഞാൻ. കവന്തുണിയും ഭരണവും പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കുന്ന ഒരു മൂല്യാര് മാത്രമല്ല ഞാൻ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയേണ്ട നിലപാടുകൾ അതാരുടെ മുമ്പിൽ ഞാൻ പറയും. അതിനെനിക്ക് പ്രീണനമില്ല, അതെനിക്ക് അമിതത്വവുമില്ല, അതിമിതത്വവുമില്ല. ആരാണ് ചെഗുവേരയുടെ ഫോട്ടോ മാറ്റാൻ വേണ്ടി പറയുന്നത്? മാറ്റേണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രപിതാവ് എന്ന് ഞാൻ നിങ്ങളും അംഗീകരിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നവന് പുഷ്പാർച്ചന നടത്തുന്നവർക്ക് എങ്ങനെയാണിത് പറയാൻ കഴിയുന്നത്? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയാണ്, മിസ്റ്റർ, ഞാൻ ആ പേര് പറയുന്നില്ല, ഇത് ഉത്തർപ്രദേശല്ല, ഇത് ഗുജറാത്ത് അല്ല, ഇത് രാജസ്ഥാനല്ല. വർഗീയ ജാതി കാർഡുകൾ ഇറക്കി ഈ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും വേർതിരിക്കാനുള്ള നിങ്ങളുടെ ശൃംഖാര ബുദ്ധി, ഇതും മതേതര കേരളമാണ്, ഇതും മതേതര കേരളമാണ്. മതേതരത്വത്തിന്റെ ഈറ്റില്ലമായ കേരളം, സൗഹാർദ്ദത്തിന്റെ കേരളം, സഹിഷ്ണുതയുടെ കേരളം, മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും ഒന്നിച്ചു നിന്ന് രൂപപ്പെടുത്തിയെടുത്തിയ ഒരു മതേതരത്വ കേരളത്തിന്റെ നടുവിൽ നിങ്ങളുടെ ജാതിക്കാടുകളും വർഗീയകാടുകളും നിങ്ങൾക്ക് മണ്ണ് തെറ്റിപ്പോയി. ഇതും മതേതരത്വ കേരളമാണ് എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ സമയം കണ്ടെത്തുകയാണ്. ഒരൽപ്പം ആവേശം കൂടിപ്പോയാലും നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഇത് പറയേണ്ടതുണ്ട്. ഇത് പറയാൻ ആരെങ്കിലുമുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടിയാണ്. ആ കൊച്ചുകുട്ടിയുടെ ആർജവമെങ്കിലും നമ്മുടെ മലയാള മണ്ണിന്റെ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചു ജീവിച്ച, ഒരേ മനസ്സോടെ ജീവിച്ച, ഒരേ ആർജവത്തോടെ ജീവിച്ച, ഒന്നിച്ചു നടന്ന ഈ മതേതരത്വ കേരളത്തെയും ഒരു നോർത്ത് ഇന്ത്യയാക്കാൻ ശ്രമിക്കുന്ന ഈ കാപാലികരെ, ഈ വർഗീയ നപുംസകങ്ങളെ തിരിച്ചറിയാൻ മതേതരത്വ കേരളത്തിന്റെ പ്രബുദ്ധതയുള്ള, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഭാഷയ്ക്കും ദേശത്തിനും അപ്പുറം മനുഷ്യനാണ് വലുത്, മനുഷ്യത്വമാണ് വലുത്, ജാതിയല്ല മതമല്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന മതേതര കേരളത്തോട് ഞാൻ എന്റെ ഈ പ്രഭാഷണത്തിൽ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മതേതരത്വം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവണം. അവര് യഥാർത്ഥത്തിൽ ന്യൂസ് 18 അവരുടെ ഒരു ന്യൂസ് ചാനലിന്റെ പരിപാടി ഇന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ ഹീറോ അവരാണ്. ന്യൂസ് 18 അവതാരകൻ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കമല് പാകിസ്ഥാനിലേക്ക് പോകണം. പക്ഷേ ആ വിഷയം പറഞ്ഞ ആളിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഒരു വലിയ ന്യൂസ് മേക്കർ ആവലാണ്, ഒരു പബ്ലിസിറ്റി ആയതുകൊണ്ട് അത് ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു, ഞങ്ങൾ ഇന്നത് അവഗണിക്കുന്നു, അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ന്യൂസ് 18 ഇന്ന് അവരുടെ ന്യൂസ് ഡെസ്ക് തീരുമാനിച്ചതായി അവരുടെ ചാനലിൽ പറഞ്ഞിരുന്നു. അവരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഇതൊക്കെ വെറുതെ, ഇതൊക്കെ എന്തിനാണിത് പറയുന്നത്? ആ പറയുന്നത് ഇത്രയും വലിയ ആളുകൾ കൂടി നിൽക്കുമ്പോ ആ സമയത്ത് കൊച്ചുകുട്ടികൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. വലിയ ആളുകൾ കൂടി നിന്നിട്ട് അവരവർ വലിയ വർത്താനം പറയുമ്പോ ഈ കൊച്ചുകുട്ടികൾ വാപ്പായുമായി ശ്രദ്ധിക്കൂല. അപ്പൊ ഈ കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് അങ്ങോട്ട് മുണ്ടിൽ മൂത്രമൊഴിക്കും. വാപ്പായുമായും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകളുടെ കൂടെ നിൽക്കുമ്പോ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ കുഞ്ഞുങ്ങളുടെ ഒരു പരിപാടിയാണ്. അവർ നിന്നിട്ട് ആ മുണ്ടിലങ്ങ് മൂത്രമൊഴിക്കും. അപ്പൊ ഉമ്മായും ബാപ്പായും കൂടെ ഓടി വന്നിട്ട് എന്ത് പണിയാ മോനെ കാണിച്ചെന്ന് പറഞ്ഞവനെ കെട്ടിപ്പിടിച്ചെടുക്കും. ആളുകളെല്ലാം അവനെ നോക്കും. ഇമ്മാതിരി ആൾക്കൂട്ടത്തിന്റെ ഇതിൽ ശ്രദ്ധ നേടാനുള്ള മുണ്ടിൽ മൂത്രമൊഴിച്ച കൊച്ചുകുട്ടിയുടെ പരിപാടിയാണ് ഇന്ന് അയാൾ കാണിച്ചത് എന്ന് ന്യൂസ് 18 മനസ്സിലായത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇത് കുട്ടികൾ മുണ്ടിൽ മൂത്രമൊഴിക്കുന്ന പരിപാടി.
ന്യൂസ് 18 എന്ന് പറഞ്ഞ പുതിയൊരു ചാനൽ. അതിന്റെ ന്യൂസ് ഡെസ്ക് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ചാനൽ രംഗത്തിൽ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി. ഇനി അങ്ങോട്ട് വന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു ഇതൊരു പബ്ലിസിറ്റി ആയതുകൊണ്ട് ഞങ്ങൾ ആ പബ്ലിസിറ്റി ആണ് എന്നറിഞ്ഞതുകൊണ്ട് അതിനെ ഞങ്ങൾ അവഗണിക്കും. ഇങ്ങനെയുള്ള നല്ല ദിശാബോധവും ചിന്താബോധവുമുള്ള ചില ചർച്ചകളും ചില ചിന്തകളുമാണ് നമുക്ക് ആവശ്യമെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.